അയ്യോ അയ്യോ രക്ഷിക്കണേ അയ്യോ. എന്തരീ പാറു മക്കളെ മക്കളെ അയ്യോ കേശനമ്പി കേശവടെ നമ്പി മെറിൻ ചേച്ചി അല്ലി. ഞാൻ നമ്പി മെറിൻ അല്ലിയോ? നീ എന്തിനീ പറയണേ? എടാ ഇത് സംഭവം വേറൊന്നും അല്ല. ഇന്നലെ അമ്മൂമ്മ മറ്റേ കല്യാങ്കാട്ട് നീലിയുടെ കഥ പറഞ്ഞു കൊടുത്തില്ലേ, അത് രാത്രി ഒത്തിരി ആലോചിച്ച് സ്വപ്നം കണ്ടത്. എന്ത് സ്വപ്ന കണ്ടേ? കേശവടെ മെറിൻ ചേച്ചി കല്ലിട്ട് കൊന്നു. ഞാനാ? എന്നിട്ട് ചേച്ചി പ്രേതം ചേട്ടനെയും കൊന്നു. മെറിലും പ്രേതമായിട്ട് വന്നിട്ട് നിന്നെ കൊന്നെന്ന്. കട്ടിലെങ്ങാനും പേടിച്ച് മുള്ളിയാ? ഓ ചേച്ചി മുള്ളിട്ടൊന്നുമില്ല. ഈ അമ്മൂമ്മയാണ് എല്ലാത്തിനും കാരണം. പിള്ളേർക്ക് ഈ കണ്ട യക്ഷ കഥയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? വല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള കഥയും പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? അത് തന്നെ, പണ്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കഥയൊക്കെ പറയും. ഇപ്പൊ പിള്ളേരെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ അമ്മൂമ്മന്ന് കേൾക്കുമ്പോഴേ പിള്ളേർക്കൊക്കെ പേടിയാണ്. സ്വപ്നത്തിൽ അമ്മൂമ്മയായിരുന്നു കരിങ്കോത്തി മന്ത്രവാദിനി. ബ്ലാക്ക് സാരി ഉടുത്ത് തലയോട്ടി മാലയിട്ട് പിന്നെ വലിയൊരു ചുമന്ന പൊട്ടും. കണ്ടപ്പോ തന്നെ പേടിയായി. ഇതേപോലത്തെ നോട്ടും. കരിങ്കോത്തി മന്ത്രവാദിനിയാ? എന്തോന്ന് പേരത്? അമ്മൂമ്മയ്ക്കിപ്പോ പുതിയ പേരായാലോ. എന്തോട്ടെ അമ്മൂമ്മ നമുക്ക് അങ്ങനെ വിളിക്കാല്ലേ? ഒറ്റ ഒരെണ്ണം ഞാൻ വെച്ചു തരും കേട്ടാ. ഇനി പിള്ളേർ ഇതിലായിട്ട് വിളിക്കത്തില്ലോടി. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നോ കൊച്ചിനൊരു കഥ പറഞ്ഞു കൊടുക്കാന്? എന്നിട്ട് നീയൊക്കെ കേട്ടോ? അതുകൊണ്ടല്ലേ ഞാൻ കഥ പറഞ്ഞു കൊടുത്തേ. എന്റെ പൊന്നമ്മൂമ്മ, അമ്മൂമ്മ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. കൊച്ചു പിള്ളേർ വല്ല കഥ വല്ലതും വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാനിന്റെയോ മുയലിന്റെയോ പൂച്ചയുടെയൊക്കെ കഥ വേണം പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ ഇങ്ങനത്തെ ഹൊറർ മൂഡ് പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞതേ ഇതായിരിക്കും അവസ്ഥ. പാവം കൊച്ച് ഓരോ സ്വപ്നമൊക്കെ കണ്ട് പേടിച്ച് പനി വരാത്തത് ഭാഗ്യം. എന്നിട്ടോ നീ വല്ലതും പറഞ്ഞാൽ കൂടി പോവും. ഇനി എൻ്റെ അടുത്ത് വല്ലതൊക്കെ പറഞ്ഞോണ്ട് വാ, അപ്പം ഞാൻ കാണിച്ചു തരാം. എന്തായാലും കഥ പറയാന്നും പറഞ്ഞു വരൂല, അത് ഉറപ്പാ. ഇനി അമ്മൂമ്മയുടെ കഥയൊക്കെ ഞങ്ങളില്ലേ? ഇപ്പൊ എല്ലാം എൻ്റെ തലയിലായി. ഞാൻ ഇന്ന് തന്നെ പടവലത്ത് പോവുക. ഇവിടെ ആരും ഇല്ലല്ലോ, ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതല്ലയോ. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും തന്നെ എൻ്റെ തലയിൽ കയറുന്നത്. ഞാനങ്ങ് പോയി കഴിയുമ്പോഴേ എല്ലാം ഇവിടെ കിടന്ന് പഠിച്ചോളും. അപ്പൂപ്പനവിടെ മനസമാധാനത്തോടെ ഇരിക്കുകയാണ്. ഞങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത എല്ലാം പോകും. കൊച്ചേ നീ എൻ്റെ ഇത് മേടിക്കും കേട്ടാ. ഓൾറെഡി പേടിപ്പിച്ച്, ഇനി 2 തല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആവുമല്ലോ. എല്ലാരും പറയുന്നത് ശരിയാ. ഈ ലക്ഷ്യമുണ്ടല്ലോ ആടിനെ പട്ടിയാകും. എടി ചുമ്മാതല്ല നിന്നെ കുഴിപ്പള്ളത്ത് നിൽക്കാൻ സമ്മതിക്കാത്തത്. സിദ്ധു എപ്പോഴും പറയത്തില്ലയോ നീ ഇവിടെ നിന്നാ മതി എന്ന്. അതെന്താണെന്നറിയാവോ? അവിടെ ഉള്ളവർക്ക് മനസമാധാനം വേണം, അതുകൊണ്ടാ. ഇവിടെ വേറെ ആരെയും ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട് എന്നെ മുകളിലേക്ക് കയറിയേക്കുവാണല്ലേ. തൽക്കാലം ഇത് കേട്ട് ഞാൻ പ്രകോപിതയാവാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മൂമ്മയുടെ ഐഡിയ കേട്ടില്ല. ഞാൻ ഇന്നിനി ഇവിടെ ഒരു വക ഉണ്ടാക്കത്തില്ല. തന്നെ എല്ലാവരോടും ഉണ്ടാക്കി കഴിച്ചാൽ മതി. അമ്മൂമ്മ ഇവിടെ കയറി കിടന്നു, ഞാൻ ഫുഡും കൊണ്ടുവരാം. നീ എന്നെ ആക്കിയതാ? കാര്യമായിട്ട് പറഞ്ഞതാ. നീ അടുക്കളയിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം നിന്നെ. ആരാ എന്നെ ഇപ്പൊ അങ്ങനെ വിളിച്ചേ? ആരാ? ഏതാ? ആരാ വിളിച്ചെന്ന്? എന്തോന്ന്? ഞാൻ വിളിച്ചൊന്നുമില്ല. ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്നെ? കരിങ്കൊത്തിന്ന് നമ്മളൊന്നും കേട്ടില്ലല്ലോ. അങ്ങനെ ആരാ വിളിച്ചേ? ഞാൻ കേട്ടില്ല വിളിക്കുന്നേ. അമ്മൂമ്മയ്ക്ക് തോന്നിയതേ. എനിക്ക് തോന്നിയൊന്നുമല്ല, എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തരമ്മൂമ്മ അങ്ങനെ ആരെങ്കിലും വിളിക്കോ? ചേച്ചി എന്നാ പോയിക്കോ. പോയിക്കോളാ. നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ഉറങ്ങാൻ പോണു. എന്തിന്? കണ്ട സ്വപ്നത്തിന്റെ ബാക്കി കാണാൻ പറ്റുമോ നോക്കട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.